കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. ഏജ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. അച്ഛൻ്റെയും മകൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. 7:4 എന്നിട്ട് പറയുന്നത് 9 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് 47 ആയിരുന്നുവെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതാം. ഫാദറുണ്ട്, സണ്ണുണ്ട്. റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാ? അച്ഛൻ്റെ റേഷ്യോ 7, മകൻ്റെ റേഷ്യോ 4. ഇനി എന്താ പറയുന്നേ? 9 വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ വയസ്സ് 47. തെറ്റിക്കരുത്. ഫാദർ, അച്ഛൻ്റെ വയസ്സിനെ പറ്റിയാ പറയുന്നേ. 47 വയസ്സുണ്ട് അച്ഛൻ. എപ്പോഴാ അത്? 9 വർഷം മുമ്പാ. തെറ്റിക്കല്ലേ? അപ്പം ഇപ്പോഴത്തെ കഥ എന്നോടൊന്ന് പറയുമോ? 9 വർഷം മുമ്പ് 47 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അയാൾക്കൊരു 9 വയസ്സും കൂടെ കൂടി കാണുമല്ലോ, അല്ലേ? അപ്പം അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 47 + 9 56 ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് പാർട്ടിൽ പറയുന്നു അച്ഛൻ്റെ പ്രായത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റേഷ്യോ 7. സെക്കൻഡ് പാർട്ടിൽ പറയുന്നു അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 56. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. 7 എന്ന റേഷ്യോയുടെ യഥാർത്ഥ വിലയാണ് 56. 7 എന്ന അച്ഛൻ്റെ പ്രായത്തിൻ്റെ റേഷ്യോയുടെ യഥാർത്ഥ വില 56. എന്താ കണ്ടുപിടിക്കണ്ടേ? മകൻ്റെ ഇപ്പോഴത്തെ പ്രായം. മകൻ്റെ റേഷ്യോ എത്രയാ? 4. അപ്പം നമുക്കറിയേണ്ടത് ഈ 4 എന്ന റേഷ്യോയുടെ വില എത്ര എന്ന്. ഇനി എന്ത് ചെയ്താൽ മതി? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഇവന്മാരെ തമ്മിൽ ഗുണിക്കുക, അല്ലേ? 4നെയും 56നെയും ഗുണിക്കുക. ഒറ്റയ്ക്ക് കിടക്കുന്ന സംഖ്യ 7 കൊണ്ടങ്ങ് ഹരിക്കുക. അപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെയാ: 4 × 56 / 7. ക്ലിയർ ആയോ? വെട്ടിക്കളയട്ടെ. എങ്ങനെ കട്ട് ചെയ്യാം? 7 കയറി 56നെ വെട്ടുമല്ലോ. 7 × 8 അല്ലേ 56? ബാക്കി എന്ത് വന്നു? 8 × 4. മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 32 വയസ്സാണ്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? ശരി, താങ്ക് യു.